വെച്ച് എൻ്റെ ജ്യേഷ്ഠൻ എന്തോ കൂടുതൽ ബഹുമാനം കൊണ്ടാവും അങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യത്തിൽ അദ്ദേഹം ചെയ്ത പോലെ ഇതിൻ്റെ അകത്ത് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ മുഴുവനും ജ്യേഷ്ഠൻ ദാമോദരൻ നമ്പൂതിരിയാണ് ഇതിനു വേണ്ടി അനവരതം പരിശ്രമിച്ചിട്ടുള്ളത്. എത്ര സ്നേഹത്തോടുകൂടി അനുജൻ്റെ പേരും വെച്ച് ഇങ്ങനെ ഒരു ഗ്രന്ഥം സമർപ്പിച്ചതിന് ആദ്യം ഞാൻ അദ്ദേഹത്തോട് എത്ര നന്ദിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതൊരു വിശിഷ്ട കർമ്മമാണ്. ഞങ്ങൾക്ക് പല സന്ദർഭങ്ങളിലായി ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം അതൊക്കെ വളരെ പലപ്പോഴും അശ്രദ്ധയോടുകൂടി ആയിരിക്കും അച്ഛൻ ചെയ്തിട്ടുള്ളതെങ്കിലും കവിതകളൊക്കെ എഴുതി ചിട്ടയായിട്ട് സൂക്ഷിക്കുന്ന ഒരു മുമ്പ് രാമേന്ദ്രൻ നായർ സാർ പറഞ്ഞ പോലെ അദ്ദേഹം ലേഖനങ്ങൾ ധാരാളം എഴുതും, പക്ഷേ ഒന്നും സൂക്ഷിക്കാറില്ല. അച്ഛൻ്റെ കാര്യവും ഏതാണ്ട് അതുപോലെയാണ്. പല സന്ദർഭങ്ങളിലും അച്ഛൻ എഴുതുന്ന കൃതികൾ ചില നോട്ടീസിൻ്റെ പുറകിലും മറ്റുമൊക്കെ എഴുതും. പക്ഷേ അതൊക്കെ പിന്നീടൊരു സന്ദർഭത്തിൽ അച്ഛൻ തന്നെ പുസ്തകങ്ങളിലേക്ക് പലതും എഴുതാറുമുണ്ട്. അങ്ങനെ പല എഴുതിയ പുസ്തകങ്ങൾ പോലും നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ കയ്യിൽ കിട്ടിയിടത്തോളം ഞങ്ങൾ സമാഹരിക്കുകയും ഇതുപോലെ ഇതിൻ്റെയൊക്കെ വൈശിഷ്ട്യമാർന്ന ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പണ്ഡിതർ ശ്രേഷ്ഠന്മാർ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് പോലും അതിൻ്റെ ആ വ്യക്തിയുടെ പ്രഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഈ യോഗത്തിൽ ഇവിടെ നടന്ന ഇത്ര മംഗളകരമായ ഒരു ചടങ്ങിൽ നമ്മുടെ HS പത്മനാഭദാസ ഉത്രാളം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആ പുസ്തകം ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി അവർക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്ത ചടങ്ങ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ചടങ്ങായി തീർന്നിരിക്കുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ബന്ധുജനങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാരായ നല്ല വ്യക്തികൾക്കും, ഇവിടെ അമ്പലപ്പുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, അമ്പലപ്പുഴ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉപദേശക സമിതിയുടെ അംഗങ്ങൾ, ക്ഷേത്ര വികസന ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ, യോഗക്ഷേമ സഭയുടെ അംഗങ്ങൾ, അമ്പലപ്പുഴ നിന്നും തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന നല്ലവരായ നിരവധി ആൾക്കാർ, ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചത് അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിലെ ഓരോ ലേഖനങ്ങളും അച്ഛനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട CP നായർ സാർ അവറുകൾ, R രാമേന്ദ്രൻ നായർ അവറുകൾ, അമ്പലപ്പുഴ രാമവർമ്മ സാറ്, അമ്പലപ്പുഴ ഗോപകുമാർ, അത് കൂടാതെ കണ്ട് ഏറ്റവും മനോഹരമായിട്ട് ഇതിന് ഒരു അവതാരിക എഴുതി തന്ന സംസ്കൃത വിഭാഗം അധ്യക്ഷൻ കോഴിക്കോട് സർവകലാശാലയിലെ ശ്രീ രാജേന്ദ്രൻ അവറുകൾ, ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ചിട്ടുള്ള ശ്രീ ഡോക്ടർ MR രാഘവാര്യർ അവറുകൾ, ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഇത്രയും ഗംഭീരമായ ഒരു യോഗം ചിരകാലം ഞങ്ങളുടെ മനസ്സിലെല്ലാം നിൽക്കും. നിങ്ങളെല്ലാം ഇവിടെ വന്ന് നിങ്ങളുടെ ഈ പൂജാപുഷ്പം പ്രസിദ്ധീകരിച്ച് തന്നതിന് എത്ര നന്ദിയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഓരോ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന് ഈ യോഗം ഏറ്റവും മംഗളമാക്കി തന്ന എല്ലാവർക്കും, ഈ സദസ്സിൽ വന്നെത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഇവിടെ ഈ വിശിഷ്ട വേദിയിൽ പ്രസംഗിച്ച ആൾക്കാരുടെ ആ അച്ഛനെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ടും എനിക്ക് വാക്കുകൾ വരുന്നില്ല സത്യം പറഞ്ഞാൽ. അത്രയ്ക്ക് ദിവ്യമായ ഒരു അനുഭൂതി ജനിപ്പിക്കത്തക്ക നിലവിൽ
ഈ യോഗം നടന്നതിൽ സന്തോഷിക്കുന്നു. ഇവിടെ വിശിഷ്ട ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഏറെ ഞങ്ങളെ സഹകരിച്ചിട്ടുള്ള പെല്ലിശ്ശേരി പബ്ലിക്കേഷൻസിൻ്റെ ജോൺ പെല്ലിശ്ശേരി, അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടു എന്ന് പറയാൻ മേല. പല സ്ഥലത്ത് പോയും ഇതിന് വേണ്ടതായ കാര്യങ്ങൾ സമാഹരിച്ചു തന്നിരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ പൂർത്തീഭാവത്തിന് ഭഗവാൻ അനുഗ്രഹിക്കാതെ എന്തോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഒരു പങ്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതിന് അദ്ദേഹത്തോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. അദ്ദേഹത്തിനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതോടൊപ്പം ഈ പുസ്തകം ഇത്ര നല്ല നിലയിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുവാൻ ഞങ്ങളെ സഹായിച്ച പുസ്തകത്തിൻ്റെ പബ്ലിഷിംഗ് ചെയ്ത സുരേഷ് കുമാറിന് ഞങ്ങളുടെ വാക്കുകൾക്ക് അതീതമായ രീതിയിൽ ഇത് ചെയ്തു തന്നതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ വിജയ് ഹാള് ഈ യോഗത്തിന് വേണ്ടി ലഭിക്കാനിടയാക്കിയതിലും അതിൻ്റെ ഭാരവാഹികളെയും ഇവിടെ ഈ മൈക്ക് തുടങ്ങിയിട്ട് ഇതിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ അമ്പലപ്പുഴയിലെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള വ്യക്തികൾക്കും ഇത് ഏറ്റവും മംഗളമായി നടത്തി തരുവാൻ ഞങ്ങളെ സഹായിച്ച അവർക്കെല്ലാം എൻ്റെ അകൈതവമായ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. കോഴിക്കോട്ട് നിന്നും ഇത്ര ക്ലേശിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ M.R. രാഘവാര്യർ, ഡോക്ടർ ശ്രീ സി രാജേന്ദ്രൻ, ഡോക്ടർ TB വേണുഗോപാലപ്പണിക്കർ, ഇവരെയോടെല്ലാം എൻ്റെ പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇവിടെ വന്ന് ഇത് പങ്കെടുത്ത് വിജയിപ്പിച്ചതിൽ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യോഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് ഇത് സംഘടിപ്പിച്ച് ഇതിൽ പ്രവർത്തിച്ച കേരള യൂണിവേഴ്സിറ്റി മലയാളം പ്രൊഫസർ ശ്രീ വേണുഗോപാലിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞാൻ വിട്ടുപോയി. സൂത്രധാരകന് അദ്ദേഹത്തിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ.